ഇന്ന് ഒരു 99% ആൾക്കാരും ഇന്ത്യക്കാരും ചിന്തിക്കുന്നത് സൈനിക നടപടി എത്രയും പെട്ടെന്ന് വേണമെന്നാണ്. പക്ഷേ ഒരു 1% ആൾക്കാർ പറയുന്നുണ്ട് ചർച്ച ചെയ്ത് ഇത് പരിഹരിക്കണം, ഇത് പരിഹരിച്ചാൽ മതിയെന്ന് 1% ആൾക്കാർ പറയുന്നുണ്ട്. ഞാൻ അതിനെ അനുകൂലിക്കുന്നേയില്ല. അപ്പം ഇപ്പോൾ ഒരു അടി കൊടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സൈനിക നടപടി നടത്തിയില്ലെങ്കിൽ എന്തായിരിക്കും മുമ്പോട്ട് സംഭവിക്കാൻ നോക്കാം. എന്തായിരിക്കും സംഭവിക്കാൻ പോവുക? ഫസ്റ്റ് ഇന്ത്യ ലോകത്തിന് മുമ്പിൽ നാറിപ്പോവും. അതായത് ഇപ്പോൾ ലോകത്തിന് മുമ്പിൽ ഇന്ത്യക്ക് വലിയൊരു സ്ഥാനമുണ്ട്, ഇന്ത്യക്ക് വലിയൊരു പവറുണ്ട്. നമുക്ക് കണ്ടാണ് ഹമാസ് ഇസ്രായേലിൽ കയറി ആക്രമിച്ചപ്പോൾ ഇസ്രായേൽ ഒന്നും ചെയ്യാതെ മിണ്ടാതിരുന്നെങ്കിൽ നമ്മളെല്ലാവരും എന്ത് പറയുമായിരുന്നു? കണ്ടില്ലേ, ഇസ്രായേൽ ഇത്രയും വലിയ കൺട്രിയാണ്, ഇത്രയും വലിയ പവർഫുൾ കൺട്രിയാണ്, എന്നിട്ട് എന്തു ചെയ്തു? ഒന്നും ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞേനെ ഇസ്രായേൽ മിണ്ടാതിരുന്നെങ്കിൽ. അത് പിന്നീട് നടന്ന സംഭവം നമുക്കറിയാം. ഇസ്രായേൽ കയറി ഹമാസിനെ ആക്രമിച്ച് അവിടെ നശിപ്പിച്ച കാര്യം നമുക്കറിയാം. ഇപ്പം ഇന്ത്യ ചെയ്യേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നല്ലൊരു അടി കൊടുക്കേണ്ടതാണ്. അതായത് ഈ പൊങ്ങി വരാൻ പറ്റാത്ത രീതിയിൽ അടി കൊടുക്കേണ്ടതാണ്. POK പിടിച്ചെടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇന്ത്യ POK പിടിച്ചടക്കിയിട്ടുണ്ടെങ്കിൽ, അത് പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീർ ഇന്ത്യ തിരിച്ച് നമ്മുടെ ഭാഗത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. പിന്നെ ഇനി രണ്ടാമത്തെ കാര്യം, ഇനിയിപ്പം ഇന്ത്യ ഒന്നും ചെയ്യാതെ മിണ്ടാതിരിക്കുകയാണ്. അതായത് 1-2 നയതന്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മിണ്ടാതിരുന്നാൽ ഇത് അവർക്ക് ഒരു വളം വെച്ച് കൊടുക്കുന്നതിന് തുല്യമായിരിക്കും. അവർ ചെയ്യാൻ പോണത് ഒരു 4-5 മാസത്തിനുള്ളിൽ വീണ്ടും കയറി ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗത്ത് ആക്രമിക്കുകയും നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ജീവൻ കളയേണ്ട ആവശ്യമുണ്ടോ? എത്രയോ ആൾക്കാർ ജീവൻ ഓൾറെഡി പോയി, ഇനിയും നമുക്ക് ജീവൻ കളയേണ്ട ആവശ്യമുണ്ടോ? അതുകൊണ്ട് ശരിക്കും തക്കതായ അടി തന്നെ കൊടുക്കണം. തക്കതായ അടി കൊടുത്താൽ മാത്രമേ ഉള്ളൂ ഇവർക്ക് ഇതൊരു ഇവർ പഠിക്കുകയുള്ളൂ. അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇരട്ടിപ്പണി ഒരു 5-6 മാസത്തിനുള്ളിൽ കിട്ടും. പല ആൾക്കാരും, ഇന്ത്യയിൽ ഉള്ള പല ആൾക്കാരും ചിന്തിക്കുന്നുണ്ട്, എന്തിനാണ് ഈ മിലിറ്ററി നടപടി നടത്തുന്നത്? മിലിറ്ററി നടപടി ആവശ്യമുണ്ടോ? ആവശ്യം ഉണ്ട്, തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. അപ്പോൾ മിലിറ്ററി നടപടി ഇല്ലെങ്കിൽ ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലെന്നാണ്. അന്ന് ഇസ്രായേൽ മിലിറ്ററി നടപടി നടത്തിയില്ലായിരുന്നെങ്കിൽ ഇസ്രായേൽ ലോകത്തിന് മുമ്പിൽ എന്താകുമായിരുന്നു? വട്ടപൂജ്യമാകുമായിരുന്നു. ഇന്ന് അതുപോലെ തന്നെയാണ്. ഇന്ത്യ ഒരു മിലിറ്ററി നടപടി നടത്തിയില്ലെങ്കിൽ ഇന്ത്യ ലോകത്തിന് മുമ്പിൽ വട്ടപൂജ്യമായിരിക്കും. അതുകൊണ്ട് തീർച്ചയായും ഇന്ത്യ കയറി ആക്രമിക്കും. അതിനുള്ള എല്ലാ ഒരു സജ്ജീകരണങ്ങൾ ചെയ്തു വെക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമുക്ക് അടുത്ത അനലിസുമായിട്ട് അടുത്ത വീഡിയോ കാണാം കേട്ടോ.